ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്തെന്നായിരുന്നു പഠിച്ച് അല്ലേ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ അഥവാ റൂൾ 85. ഓക്കെ, നമ്മൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാളുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഓൺലൈൻ പോർട്ടലിൽ അദ്ദേഹത്തിൻ്റെ കോമൺ പോർട്ടലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മറ്റൊരു ഓൺലൈൻ രജിസ്റ്ററാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അയാൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ടാക്സ് ലയബിലിറ്റീസ്, അതായത് അദ്ദേഹം പേ ചെയ്യാനുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ്, ലേറ്റ് ഫീസ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി മുതലായ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ ഉള്ളിലായിരിക്കും വന്നു കിടക്കുന്നത്. ഈ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ ഉള്ളിൽ വന്നു കിടക്കുന്ന എല്ലാ ലയബിലിറ്റീസും ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലെ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഓൺലൈൻ രജിസ്റ്ററാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ലയബിലിറ്റീസും വന്നു കിടക്കുന്നത്. GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. ഇതിൽ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ടാക്സ് ലയബിലിറ്റീസ് ആയ പെനാൽറ്റി, ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ്, ലേറ്റ് ഫീ, ഇനി അതർ ടാക്സ് ലയബിലിറ്റീസ് എന്നിവ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ഡെബിറ്റായിട്ട് വന്ന് കിടക്കുന്നുണ്ടാകും. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് ഏതൊക്കെ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ അതിൽ ആ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്: ദ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ ഷാൽ ബി മെയിൻറ്റെയിൻഡ് ഫോം GST PMT 01 ഫോർ ഈച്ച് പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ or any other amount on the common portal, and all amounts payable by him shall be debited the register. The electronic liability register of a person shall be debited by the amount is payable towards tax, interest, late fee or any other amount payable as per the return furnished. Tax, interest, penalty or other amount is payable as determined by the proper office under the act ascertained by the person. The amount of tax, interest payable as the result of mismatchment under section 42, section 43, section 50 or any amount of interest may occur from time to time. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അദ്ദേഹം ഓൺലൈൻ മുഖേന മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടാക്സ് ലയബിലിറ്റി രജിസ്റ്ററാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഷോ ചെയ്യുന്ന ഫോം GST PMT 01 ഒപ്പമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത് ഏതായിരിക്കും? സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ആയിരിക്കും അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്നത്, അല്ലെ, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഷോ ചെയ്യുന്ന ടാക്സ് റിട്ടേൺ വിളിക്കുന്ന പേരാണ് GSTR 1 എന്ന് പറയുന്നത്, അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ സബ്ബായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഫോം GST PMT 01 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ, അതർ ടാക്സബിൾ ഡ്യൂസ് എന്നിവ വന്ന് കിടക്കുന്നുണ്ടാകും. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഈ രീതിയിലുള്ള എല്ലാ ടാക്സബിൾ ഡ്യൂസും ഇദ്ദേഹത്തിൻ്റെ ഈ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ ഉള്ളിൽ ഡെബിറ്റായി കിടക്കുന്നുണ്ടാകും. അതായത് ഇത്ര എമൗണ്ട് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാകും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ടാക്സ് ലയബിലിറ്റീസാണ് ഇദ്ദേഹം പേ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഇസ് പേയബിൾ ടുവാർഡ്സ് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ ഓർ അതർ എമൗണ്ട് പേയബിൾ ആസ് പെർ ദ റിട്ടേൺ ഫർണിഷ്ഡ്. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള ടാക്സ്, ഔട്ട്പുട്ട് ടാക്സുകളാണോ, ഇൻട്രസ്റ്റ് ആണോ, ലേറ്റ് ഫീ ആണോ, അതർ ടാക്സ് ഡ്യൂസ് ആണോ പേ ചെയ്യേണ്ടത്, ആ എമൗണ്ടുകൾ മൊത്തവും അദ്ദേഹത്തിൻ്റെ GSTR PMT 01 ഒപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്തേക്ക് GST ടാക്സ് സിസ്റ്റത്തിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഗവൺമെൻറ്റിലേക്ക് അദ്ദേഹം അടയ്ക്കാനുള്ള ടാക്സ് റിട്ടേൺ, അദ്ദേഹം അടയ്ക്കുവാനുള്ള ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഏതൊക്കെ ടാക്സ് റിട്ടേൺ ആണോ ഏതൊക്കെ ടാക്സുകളാണോ അടയ്ക്കാനുള്ളത് ആ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എവിടെ വന്ന് കിടക്കുന്നുണ്ടാകും? നമ്മുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കുന്നുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അതർ എമൗണ്ട് ഇസ് പേയബിൾ ആസ് എ ഡിറ്റർമൈൻഡ് ബൈ ദ പ്രോപ്പർ ഓഫീസർ അണ്ടർ ദ ആക്ട് ഈസ് അസർട്ടൈൻഡ് ബൈ ദി പേഴ്സൺ. ഓക്കെ, അതായത് ഇനി ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, അതുപോലെ തന്നെ ഏതെങ്കിലും അതർ ടാക്സബിൾ ഡ്യൂസ് അത് കണ്ടുപിടിക്കുന്നത് ഏതെങ്കിലും ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന പ്രോപ്പർ ഓഫീസറാണ് എങ്കിൽ അദ്ദേഹം കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ആക്ട് അനുസരിച്ച് ഈ ഒരു രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി പേ ചെയ്യാനുള്ള ടാക്സ് എമൗണ്ട് അല്ലെങ്കിൽ ടാക്സ് ഡ്യൂസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോപ്പർ ഓഫീസറാണെങ്കിൽ ആ എമൗണ്ടുകളും ആരടയ്ക്കണം? ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതാണ്. ആ എമൗണ്ട് എവിടെ വന്ന് കിടക്കും? അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ഡെബിറ്റായി വന്ന് കിടക്കും. അദ്ദേഹം പേ ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന് കിടക്കും. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇൻട്രസ്റ്റ് പേയബിൾ ആസ് ദ റിസൾട്ട് ഓഫ് മിസ്മാച്ച്മെൻറ്റ് അണ്ടർ സെക്ഷൻ 42, സെക്ഷൻ 43, സെക്ഷൻ 50 അനുസരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം പേ ചെയ്തിരിക്കുന്ന ടാക്സ് ലയബിലിറ്റീസിൽ ഏതെങ്കിലും തരത്തിൽ ഡ്യൂ എമൗണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മിസ്മാച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടും ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. ഇനി എന്താണ് സെക്ഷൻ 43 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് റിവേഴ്സൽ. അതായത് ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യുന്ന എമൗണ്ടിൽ ഏത് തരത്തിൽ മിസ്മാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം ചിലപ്പോൾ ക്ലെയിം ചെയ്തെടുത്തേക്കുന്ന എമൗണ്ട് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ എവിടെ വന്ന് കിടക്കും? ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ അകത്ത് ഇദ്ദേഹം ആ ഒരു കാര്യം വന്ന് കിടക്കും. ഇപ്പോൾ ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് അഥവാ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു. അത് പർച്ചേസ് മുഖേന ഞാൻ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഞാൻ ക്ലെയിം ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ചാർജ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ കുറയ്ക്കാതെയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എങ്ങാനും ഞാൻ ക്ലെയിം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അതെന്ത് ചെയ്യണം? ഞാൻ കൂടുതലായിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന വാസ്തവത്തിൽ എനിക്ക് കിട്ടാൻ അർഹതയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിൽ നിന്നും കൂടുതലായിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഞാൻ തിരിച്ച് ആർക്ക് കൊടുക്കണം? തിരിച്ച് ഞാൻ ഗവൺമെൻറ്റിലേക്ക് പേ ഓഫ് ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ പേ ചെയ്യേണ്ട എമൗണ്ടും എവിടെ വന്ന് കിടക്കും? എൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. അതുകൂടാതെ തന്നെ സെക്ഷൻ 15 അനുസരിച്ച് റിസിപ്റ്റ് ഓൺ അഡ്വാൻസ് പേയ്മെൻറ്റ്, അതായത് നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഗുഡ്സിൻ്റെ വിലയും അഡ്വാൻസ്ഡ് ടാക്സ് എമൗണ്ടും സ്വീകരിച്ചു. എന്നിട്ട് ആ ഗുഡ്സിൻ്റെ അങ്ങനെയുള്ള ടാക്സ് എമൗണ്ടുകൾ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് സെക്ഷൻ 42, 43, 50 പ്രകാരമുള്ള ടാക്സുകൾ എന്ന് പറയുന്നത്. ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഏത് തരത്തിൽ അധികമായിട്ട് ഇൻപുട്ട് ടാക്സ് കട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 50 പ്രകാരവും അതുപോലെ തന്നെ ഇദ്ദേഹം സെക്ഷൻ 43 പ്രകാരവും ഇനി ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ടാക്സ് ലയബിലിറ്റീസ് മുതലായ കാര്യങ്ങൾ എവിടെ വന്ന് കിടക്കും? ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ അകത്ത് വന്ന് കിടക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് മേ അക്രൂ ഫ്രം ടൈം ടു ടൈം, അതായത് ഇദ്ദേഹം ഇങ്ങനെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുവാനുള്ള ടാക്സ് ലയബിലിറ്റീസാണ് മൊത്തം ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലെഡ്ജറിൽ വന്ന് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ല, ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം അടയ്ക്കാനുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ ഇതിന് ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇദ്ദേഹം അടയ്ക്കുവാനുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളും ടൈം ടു ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിനുള്ളിലേക്ക് എന്ത് ചെയ്യും? ഡെബിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി പിന്നീട് ഇദ്ദേഹം ഈ ഒരു ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഈ ഒരു ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നത് ഇദ്ദേഹം എപ്പോഴാണ് ആ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അടയ്ക്കണേ അതിൻ്റെ ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ടോടെ ചേർത്ത് അടച്ചാൽ മാത്രമേ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ക്രെഡിറ്റായി പോവുകയുള്ളൂ, കുറഞ്ഞു പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാത്തതുകൊണ്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട്, പിന്നെ സെക്ഷൻ 15 പ്രകാരം അഡ്വാൻസായിട്ട് കിട്ടുന്ന ടാക്സ് എമൗണ്ട്, സെക്ഷൻ 42, 43 പ്രകാരം വരുന്ന നമ്മുടെ അഡ്വാൻസ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെക്ഷൻ 43 പ്രകാരം ഏതെങ്കിലും തരത്തിൽ അസറ്റോ അല്ലെങ്കിൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുമ്പോൾ അധികമായിട്ട് ഇൻപുട്ട് ടാക്സ് കട്ട് എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട അധികമായിട്ട് എടുത്തേക്കുന്ന എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ടാക്സ് ലയബിലിറ്റീസ്,
പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ടാക്സ് ഓഫീസർ കണ്ടുപിടിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ടാക്സ് ഡ്യൂസ് പെനാൽറ്റീസ് ഇൻട്രസ്റ്റ് ലേറ്റ് ഫീസ് മുതലായ കാര്യങ്ങൾ. പിന്നെ ഇദ്ദേഹം തന്നെ പേ ചെയ്യേണ്ട സെയിൽ വഴി കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ്, അതിൻ്റെ സമയത്തിന് പേ ചെയ്യാത്തതുകൊണ്ടുള്ള ഇൻട്രസ്റ്റ് ലേറ്റ് ഫീസ് പെനാൽറ്റീസ് മുതലായ കാര്യങ്ങൾ. ഈ തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റീസാണ് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ഡെബിറ്റായി വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് എവരി ലയബിലിറ്റി രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻക്ലൂഡിംഗ് TDS അണ്ടർ സെക്ഷൻ 51, TCS അണ്ടർ സെക്ഷൻ 52, റിവേഴ്സ് ചാർജ് കോമ്പോസിറ്റ് ടാക്സ് അണ്ടർ സെക്ഷൻ 10 and any interest, penalty, late fee shall be made debit electronic credit ledger, electronic cash ledger, electronic liability register shall be credited accordingly. അതായത് നമ്മളുടെ പിന്നീട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ പേഴ്സൺ നോട്ടിഫൈഡ് ഗവൺമെൻറ് റെക്കമെൻഡേഷൻ ഓഫ് ദി GST കൗൺസിൽ. ഈ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെയും അവർ കൊടുക്കുന്ന സർവീസിന് കളക്ട് ചെയ്യുന്നത് GST എന്ന് പറയുന്ന ടാക്സിലാണ് കളക്ട് ചെയ്യുന്നത്. അവർ കളക്ട് ചെയ്യുന്നത് TDS അല്ലെങ്കിൽ TCS ആയിരിക്കും. ഓക്കെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ലോക്കൽ അതോറിറ്റീസിൽ നിന്നോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ഏജൻസീസിൽ നിന്നോ അല്ല എങ്കിൽ പേഴ്സൺ നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് റെക്കമെൻഡേഷൻ ഓഫ് ദി GST കൗൺസിൽ പ്രകാരം റെക്കമെൻഡേഷൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. ഈ രീതിയിലുള്ള ആളുകൾ അവർ കൊടുക്കുന്ന സർവീസിന് അത് വാങ്ങുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആ സർവീസ് ചാർജിൻ്റെ ഒപ്പം കളക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? അവർ കൊടുക്കുന്ന സർവീസിന് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സർവീസിന് അവർ കൊടുക്കുന്ന പേയ്മെൻറ്റിൽ നിന്നും അവർ ഡിഡക്റ്റ് ചെയ്യുന്നത് TDSും അതുപോലെ തന്നെ TCSും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ അവർ ഡിഡക്റ്റ് ചെയ്യുന്ന TDS എമൗണ്ടും TCS എമൗണ്ടും ഗവൺമെൻറ്റിലേക്ക് അവരെന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് GST ആക്ട് പ്രകാരം ആരൊക്കെയാണോ ഈ TDS അതുപോലെ തന്നെ TCS ഡിഡക്റ്റ് ചെയ്യുന്നത് ഒരു പേയ്മെൻറ്റിൽ നിന്നും, ആ രീതിയിൽ അവർ ഡിഡക്റ്റ് ചെയ്യുന്ന TDS എമൗണ്ടും TCS എമൗണ്ടും അവരുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. അവർ ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പേ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി റെസിപ്പിയൻസിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് TCSോ TDSോ ആണെങ്കിൽ ആ രീതിയിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് അവർ എന്ത് ചെയ്യണം? അവരുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന TDS എമൗണ്ട് ആയിക്കോട്ടെ TCS എമൗണ്ട് ആയിക്കോട്ടെ അത് അയാൾ എന്ത് ചെയ്യണം? അയാൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അതാണ് സെക്ഷൻ 51-52 പ്രകാരം പറയുന്നത്. പിന്നെ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി കോമ്പോസേഷൻ റിവേഴ്സ് ചാർജ് അനുസരിച്ചാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്. കോമ്പോസേഷൻ ആക്ട് 10 പ്രകാരം റിവേഴ്സ് ചാർജ് അനുസരിച്ചാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ അദ്ദേഹം അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടും അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിനുള്ളിൽ വന്ന് കിടക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ GST കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അയാൾ എന്ത് ചെയ്യണം? അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത് റിവേഴ്സ് ചാർജ് മുഖേനയാണ്. ഇങ്ങനെ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ടും അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. ആ എമൗണ്ടും അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് TDSോ TCSോ കളക്ട് ചെയ്യുന്ന റെസിപ്പിയൻസിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ അവർ റെസിപ്പിയൻസിൻ്റെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന TDS എമൗണ്ടും TCS എമൗണ്ടും പേ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ ലയബിലിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ വന്ന് കിടക്കും. പിന്നെ കോമ്പോസേഷൻ റിവേഴ്സ് ചാർജ് ഓൺ ടാക്സ് കോമ്പോസേഷൻ ആക്ട് സെക്ഷൻ 10 പ്രകാരം ടാക്സ് കളക്ട് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ട വ്യക്തികളുടെ ലയബിലിറ്റി രജിസ്റ്ററിൽ അവർ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് വന്ന് കിടക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ഏതെങ്കിലും കാരണവശാൽ അവരടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റീസിൽ ഡ്യൂസ് വരുത്തി കഴിഞ്ഞാൽ അവരടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട് അതുപോലെ തന്നെ പെനാൽറ്റീസ് ലേറ്റ് ഫീസ് മുതലായ കാര്യങ്ങളും അവരുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ ഉള്ളിൽ ഡെബിറ്റായി വന്ന് കിടക്കും. ഓക്കെ, ഇനി അവരെന്നാണോ ആ ഈ ഒരു എമൗണ്ട് പേ ഓഫ് ചെയ്യുന്ന ഇവരുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കുന്ന ഈ ടാക്സ് ഡ്യൂസ് അത് TDS ആയിക്കോട്ടെ TCS ആയിക്കോട്ടെ റിവേഴ്സ് ചാർജ് ഓൺ കോമ്പോസിറ്റ് ടാക്സ് ആയിക്കോട്ടെ അതിൻ്റെ ഇൻട്രസ്റ്റോ പെനാൽറ്റീസോ ലേറ്റ് ഫീസോ ആയിക്കോട്ടെ അവരെന്നാണോ അത് പേ ഓഫ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ലയബിലിറ്റി രജിസ്റ്ററിൽ നിന്ന് കുറഞ്ഞു പോകും, ക്രെഡിറ്റായി പോകുമെന്നാണ് പറയുന്നത്. അവരെങ്ങനെ പേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കുന്ന ഈ ടാക്സ് ഡ്യൂസ് ഇവർ പേ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് എനി എമൗണ്ട്സ് ഡിമാൻഡഡ് ഡെബിറ്റഡ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ ഷാൽ സ്റ്റാൻഡ് റെഡ്യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ടു എ റിലീഫ് ഗീവൺ
by the applicable authority, appealed tribunal, court and electronic liability register shall be credited accordingly. ഓക്കെ, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ അടയ്ക്കുവാനുള്ള ഒരു ടാക്സ് ലയബിലിറ്റി കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് GSTയുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ ബന്ധപ്പെട്ട ഒരു ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അല്ലെങ്കിൽ ഒരു ബന്ധപ്പെട്ട ഒരു കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അയാൾ അടയ്ക്കാനുള്ള ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സ് ലയബിലിറ്റി ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കുറയുകയും ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുവാനുള്ള ടാക്സ് ലയബിലിറ്റി കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ആ ട്രൈബ്യൂണൽ അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി കുറച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ അദ്ദേഹം അടയ്ക്കുവാനുള്ള ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുകയും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ആ കുറവുള്ള എത്ര രൂപയാണ് കുറച്ചേക്കുന്ന ആ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ലയബിലിറ്റി ആയിട്ട് പേ ഓഫ് ചെയ്താൽ മതി. ബാക്കിയുള്ള ലയബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ഡെബിറ്റായി കാണുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ദ എമൗണ്ട് ഓഫ് പെനാൽറ്റി ഇമ്പോസ്ഡ് ഓർ ലയബിൾ ടു ബി ഇമ്പോസ്ഡ് ഷാൽ stand to reduce or partially or fully if the taxable person make the payment of electronic liability register shall be credited accordingly. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പെനാൽറ്റിയോ അല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേറ്റ് ഫീസോ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ട്രൈബ്യൂണൽ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ നിന്ന് കുറയും. അതുപോലെ തന്നെ എന്താണ്, ഇദ്ദേഹം പേ ചെയ്യുന്ന എല്ലാ ലേറ്റ് ഫീസും പെനാൽറ്റീസും അതർ ടാക്സിബിൾ ഡ്യൂസും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി രജിസ്റ്ററിൽ കുറഞ്ഞു വന്നുകൊള്ളും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റാണ്, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ അപ്പോൺ നോട്ടീസിങ് എനി ഡിസ്ക്രിപ്പൻസീസ് ഇൻ ഹിസ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ദ സെയിം to the officer exercising jurisdiction in the matter through the common portal form GST PMT 04. അതായത് നമ്മൾ പറഞ്ഞു GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ അദ്ദേഹം പേ ചെയ്യാനുള്ള ടാക്സ് ഡ്യൂസ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ട്രൈബ്യൂണലിനെ സമീപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി ആ ട്രൈബ്യൂണൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കുറഞ്ഞു വരുമെന്ന് പറഞ്ഞു അല്ലേ. ഇതേ സെയിം രീതിയിൽ ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഓൺലൈൻ മുഖേന ആ ബന്ധപ്പെട്ട ഓഫീസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം അദ്ദേഹത്തിൻ്റെ കോമൺ പോർട്ടൽ ലഭ്യമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് GST PMT 04 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ലയബിലിറ്റി രജിസ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ റൂൾ 86 എന്ന് പറയുന്നത്. GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ പോലെ തന്നെയും ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ പോലെ തന്നെയും ഓൺലൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അടുത്തൊരു ഓൺലൈൻ രജിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതെന്താണ് എന്നുള്ളത് അതിൽ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് റൂൾ 86ൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് ഇങ്ങനെയാണ്, the electronic credit ledger shall be maintained in form GST PMT 02 for each registered person eligible for input tax credit in the common portal. Every claim input tax credit shall be ക്രെഡിറ്റഡ് ടു ദി ലെഡ്ജർ. ഓക്കെ, GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പർച്ചേസ് മുഖേന ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ് അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ മുതലായ കാര്യങ്ങളൊക്കെയും കാണിക്കുന്ന ഒരു ഓൺലൈൻ രജിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പർച്ചേസ് ടാക്സ് റിട്ടേൺ ഏതാണ് നമ്മുടെ GSTR 2 അതിൻ്റെ ഒപ്പം തന്നെ ഓൺലൈൻ മുഖേന മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഫോം GST PMT 02 എന്ന് പറഞ്ഞ ഓൺലൈൻ രജിസ്റ്റർ മുഖേന മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അത് ഷോ ചെയ്യുന്ന ഓൺലൈൻ രജിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. അത് ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏത് ടാക്സ് റിട്ടേണിൻ്റെ ഒപ്പമാണ്, ഇദ്ദേഹം പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ഷോ ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് അഥവാ ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ടായ GSTR 2ൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോമാണ് ഫോം GST PMT 02 എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ PMT 02 ആണ് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ
ചെയ്യാനുള്ള ഓൺലൈൻ പോർട്ടൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽ ഫോം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇദ്ദേഹം പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട്. അദ്ദേഹം ഓരോ പർച്ചേസ് നടത്തി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് അത് എന്തായിക്കോളും, ക്രെഡിറ്റ് ആയിക്കോളും. ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ക്രെഡിറ്റ് ആകുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആകുന്ന ഇൻപുട്ട് ടാക്സ് പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ടും തമ്മിൽ എന്ത് ചെയ്യും, ക്ലെയിം ചെയ്ത് പൊക്കോളും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ ഇദ്ദേഹത്തെ സഹായിക്കുന്ന ഒന്നാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വന്ന് കിടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന് അർഹതയുള്ള ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്, അതാണ് പ്രധാനമായിട്ടും ഇവിടെ വന്ന് ഈ ഒരു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഷാൽ ബി ഡെബിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസ്ചാർജ് എനി ലയബിലിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 49. സെക്ഷൻ 49 എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും സെയിൽ വഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുവാനുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ ഇദ്ദേഹത്തെ സഹായിക്കുന്ന ഒന്നാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൻ 49 പ്രകാരം ഇദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് ക്ലെയിമഡ് റീഫണ്ട് ഓഫ് എനി അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഓഫ് the electronic credit ledger accordance with the provisions of section 54. The amount to the extent of the claim shall be debited in the ledger. എന്ന് വെച്ച് കഴിഞ്ഞാൽ GST അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തികൾ, അത് ചിലപ്പോൾ എന്താ ഉണ്ടാകാം, പല ടൈപ്പുള്ള ആളുകളുണ്ടാകാം. ഇല്ല, റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളുണ്ടാകാം. അതുപോലെ തന്നെ എന്താണ്, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് വെക്കുന്ന ആളുണ്ടാകാം. അതുപോലെ തന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ബിസിനസ്സുകാരും ഉണ്ടാകാം. അല്ലെ, അവരുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ബിസിനസ്സുകാർ അവർ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടും അവരുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്രെഡിറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ് ക്രെഡിറ്റ് ആകുന്നത്. അത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ കൂടി. ഓക്കെ, അതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സെക്ഷൻ 54 പറഞ്ഞിരിക്കുന്നത്. GST അകത്ത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തി അയാൾ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ടും അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഡെബിറ്റ് ആകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അഥവാ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു നിശ്ചിത സമയപരിധി വരെ നിയമപ്രകാരം അതെന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ കാലാവധി എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇദ്ദേഹം ഉപയോഗിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആ എമൗണ്ട് ഒരു നിശ്ചിത ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഉപയോഗശൂന്യമായി മാറും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് if the refund request is rejected, the amount is debited shall be recredited to the electronic credit ledger by the proper officer by an order. No entry shall be made directly in the electronic credit ledger. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നത് റീഫണ്ടിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് ഡെബിറ്റായി അല്ലെങ്കിൽ വന്ന് കിടക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് വാസ്തവത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് പർച്ചേസ് റിട്ടേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ആ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കുറവ് സംഭവിക്കും. അങ്ങനെയുള്ള ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യണം, അങ്ങനെ ഇദ്ദേഹം ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഇദ്ദേഹത്തിന് അർഹതയില്ലാതെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹം അത് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള എമൗണ്ട്സ് മൊത്തം ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ നിന്ന് അത് കുറഞ്ഞു പോകും.
ഇദ്ദേഹത്തിന് അർഹതയുള്ള ഇൻപുട്ട് ടാക്സ് എമൗണ്ടിൽ നിന്നും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വേറെ ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന് അർഹതയുള്ള ഒരു ഇൻപുട്ട് ടാക്സ് ഇദ്ദേഹത്തിന് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അതിന് അർഹതയില്ല എന്ന ഒരു പ്രോപ്പർ ഓഫീസറെ കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് എമൗണ്ടും ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലെഡ്ജറിൽ നിന്ന് കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് കുറയ്ക്കുവാൻ വേണ്ടി മാത്രമേ വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് വേറൊരു തരത്തിലുള്ള യൂസിനും ഉപയോഗിക്കൽ നടക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഏതൊരു വ്യക്തിയും പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അത് അദ്ദേഹത്തിൻ്റെ പർച്ചേസ് ടാക്സ് റിട്ടേണിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇദ്ദേഹം പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഷോ ചെയ്യുന്ന ഒരു ഓൺലൈൻ രജിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ ഫോം GST PMD 02-ൻ്റെ കോമൺ പോർട്ടലിൽ ഫോം GST PMD 02-ൻ്റെ ഒപ്പമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി അയാൾ സെയിൽ മുഖേന കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ അഥവാ സെക്ഷൻ 49 പ്രകാരമുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ എന്ത് ഉപയോഗിക്കൽ നടക്കുകയുള്ളൂ. അദ്ദേഹത്തിന് ഈ ഒരു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഉപയോഗിക്കൽ നടക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയും അയാൾ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് വന്നു കിടക്കുന്നുണ്ടാകും. ഇദ്ദേഹത്തിന് ക്ലെയിം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അത് സമയബന്ധിതമായിട്ട് ക്ലെയിം ചെയ്തെടുത്തില്ല എങ്കിൽ അതിൻ്റെ സമയപരിധി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് നിയമപ്രകാരം അപേക്ഷ വയ്ക്കാം. ഇനി അങ്ങനെ റീഫണ്ട് അങ്ങനെ ആ ഒരു നിശ്ചിത ടൈം പീരീഡ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇദ്ദേഹം ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എന്തായി പോകും, ലാപ്സായി പോകും. ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അർഹതയില്ലാത്ത ഏതെങ്കിലും പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്തേക്കുന്ന എമൗണ്ട് അദ്ദേഹം അതെന്ത് ചെയ്യണം, അദ്ദേഹം തിരിച്ച് പേ ഓഫ് ചെയ്യേണ്ടതാണ്. ഇനി അത് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലായിരിക്കും വന്ന് കിടക്കുന്നത്. ഇനി അർഹതയില്ലാതെ ഇദ്ദേഹം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് തിരിച്ച് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലായിരിക്കും വന്ന് കിടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അർഹതയുള്ള ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻപുട്ട് ടാക്സ് എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടാൻ അർഹതയുണ്ട്. അത് ഇദ്ദേഹം അതിനുള്ള അപേക്ഷ ഇദ്ദേഹത്തിന് നിയമപ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ആ അപേക്ഷ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അതോറിറ്റി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വന്ന് കിടക്കും. ഇനി അത് ഏതെങ്കിലും ഒരു പ്രോപ്പർ ഓഫീസർ തള്ളിക്കഴിഞ്ഞാൽ അത് അപേക്ഷ വെച്ചിരിക്കുന്ന റൂൾസ് അതോറിറ്റി അത് തള്ളിക്കളഞ്ഞാൽ അത് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ നിന്ന് കുറഞ്ഞു പോകും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ടാക്സ് ഡ്യൂസ് പേ ചെയ്യാനോ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ലെയിം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കൽ നടക്കുകയുള്ളൂ. വേറെ ഇതുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു ഡയറക്റ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. അല്ല, ഡയറക്റ്റായിട്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന പൈസ ഒരു വ്യക്തിക്കും വിനിയോഗിക്കൽ നടക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 3 ഓൺലൈൻ രജിസ്റ്ററുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ പർച്ചേസ് മുഖേന GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് അർഹതയുള്ള എമൗണ്ട് ഷോ ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക്
ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കുന്ന ഏതൊരു ടാക്സ് ഡ്യൂസും ഏതൊരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പേ ഓഫ് ചെയ്യാൻ പറ്റും. അതിനുശേഷവും ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ഇദ്ദേഹം പേ ഓഫ് ചെയ്യാനുള്ള ടാക്സ് ലയബിലിറ്റീസാണ് കൂടുതലെങ്കിൽ അദ്ദേഹത്തിന് ആ കൂടുതലുള്ള ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് പേ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ 3 രജിസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 3 രജിസ്റ്ററിൽ കിടക്കുന്ന ഓരോ ഇപ്പോൾ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കുന്ന ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന ഒരു ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് പേ ഓഫ് ചെയ്യാൻ കരുതുക. അവിടെ ഒരു ക്യാഷിൻ്റെ ഒരു പേയ്മെൻറ്റിൽ നടന്നേക്കുന്ന ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ഓഫ് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കുന്ന ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് വിനിയോഗിച്ചു. അപ്പോൾ അവിടെ ഒരു പൈസയുടെ ട്രാൻസ്പോർട്ടേഷനാണ് സംഭവിച്ചേക്കുന്നത്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ഓഫ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പൈസയുടെ ട്രാൻസാക്ഷനാണ് സംഭവിച്ചേക്കുന്നത്. അങ്ങനെ ഈ 3 രജിസ്റ്ററിൽ കിടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും പണപരമായിട്ടുള്ള ഓരോ ട്രാൻസാക്ഷൻസും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സും നടക്കുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഓരോ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി കോമൺ പോർട്ടലിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഒരു സെയിൽ വഴി കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഉപയോഗിച്ചെന്ന് കരുതുക. ഓക്കെ, അത് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ മുഖേന ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ നമ്പർ കോമൺ പോർട്ടലിൽ ഓരോ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെയും ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലെയും ഓരോരോ ട്രാൻസാക്ഷൻസിനും ഓരോരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ട്രാൻസാക്ഷനും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ആ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കുവാനും അതുപോലെ തന്നെ പരിശോധിക്കുവാനും സാധിക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിലേ പേയ്മെൻറ്റ്സ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന സെക്ഷൻ 50 പ്രകാരം. അതായത് GST അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം അടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റീസ് സമയബന്ധിതമായിട്ട് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാലോ അല്ല എങ്കിൽ ഇദ്ദേഹത്തിന് അർഹതയില്ലാത്ത ഒരു ഇൻപുട്ട് ടാക്സ് കട്ട് എമൗണ്ട് ഇദ്ദേഹം ഇൻപുട്ട് ടാക്സ് കട്ട് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്തെടുത്തു കഴിഞ്ഞാലോ അങ്ങനെയുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്യുന്ന സമയത്തോ ഗവൺമെൻറ്റിന് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹം തരാനുള്ള പൈസയിൽ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഈ ഒരു സെക്ഷൻ 15 പ്രകാരം പറയുന്നത്. ഇദ്ദേഹം അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അർഹതയില്ലാത്ത ഇൻപുട്ട് ടാക്സ് കട്ട് എമൗണ്ടും ഇദ്ദേഹം റീഫണ്ട് ചെയ്യുന്നതിൽ ലേറ്റ് വരുത്തിയാലോ അല്ലെങ്കിൽ ഇദ്ദേഹം അടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റി പേ ഓഫ് ചെയ്ത് സമയബന്ധിതമായിട്ട് അടച്ചില്ല എങ്കിലോ ഇദ്ദേഹം തരേണ്ട തുകയിൽ എന്ത് ചെയ്യാൻ പറ്റും, തരേണ്ട തുകയോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ആ കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് സെക്ഷൻ 50 പ്രകാരം പറയുന്നത്. ഇപ്പോൾ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ അടയ്ക്കേണ്ട ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി സമയബന്ധിതമായിട്ട് അടച്ചിട്ടില്ല എങ്കിൽ GST കൗൺസിൽ എൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു നിശ്ചിത എമൗണ്ട് ടാക്സ് റേറ്റ് നിശ്ചിത കാലഘട്ടത്തേക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഇൻട്രസ്റ്റ് ആയിട്ട്. അങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് 18% കൂടാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് അർഹതയില്ലാത്ത ഒരു ഇൻപുട്ട് ടാക്സ് കട്ട് എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുന്ന എമൗണ്ട് റീഫണ്ട് സമയബന്ധിതമായിട്ട് ചെയ്തില്ല എങ്കിൽ അദ്ദേഹം തരാനുള്ള ഈ ഒരു റീഫണ്ട് ഇൻപുട്ട് ടാക്സ് കട്ട് എമൗണ്ടിൽ നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് സഹിതം ഇദ്ദേഹം പേ ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചാർജ് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 24% കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ. ഇനി അടുത്ത കാര്യമാണ് ഡിഡക്ഷൻ അറ്റ് എ TDS സെക്ഷൻ 51. ഓക്കെ, നമുക്കറിയാം GST അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ഗുഡ്സോ സർവീസോ വിറ്റിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള IGST ടാക്സ് എമൗണ്ടാണ്. അത് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഈ IGST എമൗണ്ടിനെ CGST എന്നും അതുപോലെ തന്നെ SGST എന്നോ UTGST എന്നോ പറഞ്ഞ് തരംതിരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ചില ബിസിനസ്സുകാർ അവർ ഏതെങ്കിലും തരത്തിലുള്ള സർവീസിന് ചാർജ് കൊടുക്കുമ്പോൾ അവർ ഏത് തരത്തിലുള്ള സർവീസോ കസ്റ്റമേഴ്സിൻ്റെ ഏതെങ്കിലും റെസിപ്പിയൻസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ആ സർവീസിൻ്റെ ചാർജ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ചാർജിൻ്റെ ഉള്ളിൽ നിന്നും
നിശ്ചിത എമൗണ്ട് ടാക്സ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് അവരെന്ത് കൊടുക്കുകയുള്ളൂ, അവർ ചാർജായിട്ട്, സർവീസ് ചാർജായിട്ട് ആ കസ്റ്റമേഴ്സിന് കൊടുക്കും, ആ വ്യക്തികൾക്ക് റെസിപ്പിയൻസിന് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ആ രീതിയിൽ GSTയുടെ അകത്ത് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് TDS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ചില വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ഏതെങ്കിലും തരത്തിലുള്ള റെസിപ്പിയൻസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സർവീസസിൻ്റെ ചാർജ് പേ ചെയ്യുന്ന സമയത്ത് ആ പേ ചെയ്യുന്ന സർവീസ് ചാർജ് എമൗണ്ടിൽ നിന്നും സെർട്ടൻ പെർസെൻറ്റേജ് എന്തായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നു, TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നു. ബാക്കി റിമൈനിങ് ബാലൻസ് എന്തായിട്ട് പേ ഓഫ് ചെയ്യുള്ളൂ, നമ്മൾ സർവീസിൻ്റെ ചാർജായിട്ട് പേ ചെയ്യുള്ളൂ. ഇവർ ഡിഡക്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് TDS എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റോ, അല്ലെങ്കിൽ ഏത് തരത്തിൽ ലോക്കൽ അതോറിറ്റിയോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസീസോ, അല്ലെങ്കിൽ GSTയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഉള്ള ഒരു പ്രത്യേക വ്യക്തികളോ, ഈ രീതിയിലുള്ള വ്യക്തികൾ ഏതെങ്കിലും ഒരു റെസിപ്പിയൻസിന് കോൺട്രാക്റ്റ് കൊടുക്കാൻ കരുതുക. അങ്ങനെ കൊടുക്കുന്ന കോൺട്രാക്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പഞ്ചായത്തിൽ നിന്ന് ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്തു. കോൺട്രാക്റ്റ് വർക്കുകൾ പൂർത്തിയാക്കിയതിന് ശേഷം അയാൾ ബില്ല് സബ്മിറ്റ് ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ പഞ്ചായത്ത് അതോറിറ്റീസ് അയാൾ ചെയ്തു തന്ന ഈ കോൺട്രാക്റ്റ് വർക്കിന് നിശ്ചിത പെർസെൻറ്റേജ് കോൺട്രാക്റ്റിന് സർവീസ് ചാർജ് കൊടുക്കണം, അല്ലേ, കോൺട്രാക്റ്റ് എമൗണ്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തുകാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ട കോൺട്രാക്റ്റ് എമൗണ്ടിൽ നിന്നും സെർട്ടൻ പെർസെൻറ്റേജ് 2% ടാക്സ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബാലൻസ് കോൺട്രാക്റ്റിംഗ് ചാർജായിട്ട് ഈ കോൺട്രാക്ടർക്ക് ഈ പഞ്ചായത്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഈ പഞ്ചായത്ത് ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് TDS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് എല്ലാ വ്യക്തികളും അത് TDS കളക്ട് ചെയ്യുന്നില്ല. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെൻറ് ഏജൻസീസ്, അല്ലെങ്കിൽ GSTയുടെ അകത്ത് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ, ആ രീതിയിലുള്ള വ്യക്തികൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള സർവീസിന് ചാർജ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ചാർജിൽ നിന്നും സെർട്ടൻ പെർസെൻറ്റേജ് TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള എമൗണ്ട് റെസിപ്പിയൻസിനെ പേ ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. അവർ ഡിഡക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് TDS എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഡിഡക്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2% ആയിരിക്കും ഡിഡക്റ്റ് ചെയ്യുക TDS ആയിട്ട്. ഓക്കെ, ഇത് നോർമലി കോൺട്രാക്ടർമാരുടെ കാര്യത്തിൽ മാത്രമേ ഈ ഒരു കാര്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും ഏത് തരത്തിൽ കോൺട്രാക്ടർമാർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന പേയ്മെൻറ്റിൽ നിന്നും സെർട്ടൻ പെർസെൻറ്റേജ് TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. അത് അങ്ങനെ കൊടുക്കുന്ന പേയ്മെൻറ്റ് നിന്ന് സെർട്ടൻ പെർസെൻറ്റേജ് TDS ഡിഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2% ആയിരിക്കും. ഓക്കെ, അത് ഹോം സ്റ്റേറ്റിലാണെങ്കിൽ CGST എന്ന് SGST എന്ന് പറഞ്ഞു പോകും. ഈ 2% ഡിഡക്റ്റ് ചെയ്യുന്ന IGST എന്ന് പറയുന്ന ടാക്സ് എമൗണ്ടിൽ 1% CGST ടാക്സ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള പോർഷനായിട്ടും 1% സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുള്ള പോർഷനായിട്ടായിരിക്കും പോകുന്നത് ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിൽ. ഓക്കെ, ഇപ്പോൾ കേരളത്തിലൊരു കോൺട്രാക്റ്റാണ്. കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കോൺട്രാക്റ്റ് ചാർജ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിൽ നിന്നും 2% എന്തായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നു, TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന TDSൽ 1% സെൻട്രൽ ഗവൺമെൻറ്റും 1% സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചെല്ലും. ഓക്കെ, പക്ഷേ ഇനി എത്ര രൂപയ്ക്ക് മുകളിലാണ് ഈ രീതിയിലുള്ള സർവീസുകൾക്ക് TDS ഡിഡക്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2,50,000 രൂപയ്ക്ക് മുകളിലുള്ള ഗവൺമെൻറ് അതോറിറ്റീസിൽ നിന്നുള്ള പേയ്മെൻറ്റ് സർവീസുകൾക്കാണ് TDS ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ GST പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ബോഡീസിൽ നിന്ന് കോൺട്രാക്റ്റ് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക്, അല്ലെങ്കിൽ GSTയുടെ രജിസ്റ്റേർഡ് ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നോ, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസിൽ നിന്നോ, ഗവൺമെൻറ് ഏജൻസീസിൽ നിന്നോ, അല്ലെങ്കിൽ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺസോ അവർ കോൺട്രാക്റ്റിന് ഏതെങ്കിലും സർവീസുകൾക്ക് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അങ്ങനെ പേ ചെയ്യുന്ന എമൗണ്ട് 2,50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പേ ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് 2% TDS ഡിഡക്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് 1% CGST എന്ന് പറയുന്ന പോർഷനും 1% SGST എന്ന് പറയുന്ന പോർഷനുമാണ് ഹോം സ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് നടക്കുന്നതെങ്കിൽ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യില്ല. അതായത് TDS ഡിഡക്റ്റ് ചെയ്യുന്ന ഡിഡക്ടറും TDS ആരുടെ കയ്യിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്ന ഡിഡക്റ്റിയും 2 സ്റ്റേറ്റിലാണെങ്കിൽ ഒരിക്കലും TDS കളക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ TDS ഡിഡക്റ്റ് ചെയ്യുന്ന ഡിഡക്ടറും അതുപോലെ തന്നെ ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് സെയിം സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ഏത് എമൗണ്ടിലാണ്
ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്ടർ, അയാൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കോൺട്രാക്ട് ചാർജ് കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ കോൺട്രാക്ട് പേയ്മെൻറ്റ് കിട്ടണം. അങ്ങനെ ഈ കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന പേയ്മെൻറ്റ് 2,50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, ടി ഡി എസ് ഈ ഒരു റെസ്പെക്റ്റീവ് ഗവൺമെൻറ് അതോറിറ്റി ഡിഡക്റ്റ് ചെയ്യുള്ളൂ 2%. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ 1% സി ജി എസ് ടി എന്നും 1% എസ് ജി എസ് ടി എന്ന് പറഞ്ഞു പോകും. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എമൗണ്ടിലാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ട ടാക്സിബിൾ വാല്യൂസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സിബിൾ വാല്യൂസ് എത്രയോ അതിലായിരിക്കും ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് കരുതുക. ഓക്കെ, 3 ലക്ഷം രൂപയെന്ന് കരുതുക. ഇപ്പോൾ കേരളത്തിലെ ഒരു റെസ്പെക്റ്റീവ് പഞ്ചായത്തിൽ നിന്നും ഒരു കോൺട്രാക്ടർക്ക് 3 ലക്ഷം രൂപ കോൺട്രാക്ടിങ് ചാർജായിട്ട് പേ ചെയ്യണം. ഈ 3 ലക്ഷം രൂപയിൽ 10,000 രൂപ അതർ ടാക്സ് എമൗണ്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തം 3,10,000 രൂപയാണ് ആർക്ക് കൊടുക്കേണ്ടത്, ഈ കോൺട്രാക്ടർക്ക് ഈ റെസ്പെക്റ്റീവ് അതോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് ഏതിലായിരിക്കും, ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് ഈ 3 ലക്ഷം രൂപയിൽ മാത്രമായിരിക്കും. അതായത് എക്സ്ക്ലൂഡിങ് ടാക്സ് ആണ് പറയുന്നത്. വേറെ ഏതെങ്കിലും തരത്തിൽ ടാക്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ടാക്സിബിൾ കോൺട്രാക്റ്റിംഗ് ചാർജ് എത്രയോ ആ കോൺട്രാക്റ്റിംഗ് ചാർജിൻ്റെ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടി ഡി എസിൻ്റെ കാര്യം. അപ്പോൾ ടി ഡി എസിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് അതോറിറ്റീസ് ആയിരിക്കും. അത് കോൺട്രാക്റ്റിംഗ് ചാർജിനായിരിക്കും പ്രധാനമായിട്ടും ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത് ഹോം സ്റ്റേറ്റ് കോൺട്രാക്റ്റിംഗ് ചാർജസിന് മാത്രമേ ഉള്ളൂ. ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാനുള്ള അധികാരം ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനേ ഉള്ളൂ. ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ജി എസ് ടി റെക്കമെൻഡേഷൻ പ്രകാരമുള്ള പേഴ്സൺസിന് മാത്രമേ ജി എസ് ടിയുടെ അകത്ത് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. 2% ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത്. പേ ചെയ്യുന്ന പേയ്മെൻറ്റ് എമൗണ്ട് 2,50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുള്ളൂ. സ്വന്തം സ്റ്റേറ്റിലെ ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രമേ ടി ഡി എസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് ടാക്സ് എമൗണ്ട് ആണ്. കോൺട്രാക്ടർ ഒരു ആൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ എക്സ്ക്ലൂഡിങ് ടാക്സ് എമൗണ്ടിലാണ് ടി ഡി എസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ടി ഡി എസ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജി എസ് ടിയുടെ അകത്ത് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ടി ഡി എസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിഡക്റ്റ് ചെയ്യുന്ന ഡിഡക്റ്റിക്ക് ആ ഡിഡക്ടർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗവൺമെൻറ് അതോറിറ്റി ഏതെങ്കിലും കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റിൽ നിന്ന് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് അതോറിറ്റി ആ കോൺട്രാക്ടർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണോ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത് അയാൾ ടി ഡി എസ് ആ റെസ്പെക്റ്റീവ് പേഴ്സൺസിൽ നിന്നും ടി ഡി എസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. ഈ ഡിഡക്ടർ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടി ഡി എസ് എമൗണ്ട് അയാൾ എന്ത് ചെയ്യണം, അയാൾ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ആ എമൗണ്ട് എല്ലാ മാസം ഓരോ മാസമാണ് ഈ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓരോ മാസം നടക്കുന്ന പേയ്മെൻറ്റ്സിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ടി ഡി എസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ നവംബർ മാസമാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അയാളുടെ ബിസിനസ് പേയ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അയാൾ കൊടുക്കാനുള്ള ഒരു പേയ്മെൻറ്റ്സിൽ നിന്ന് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്ത് തരുക. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം അവസാനിച്ചിട്ട് വരുന്ന ഡിസംബർ 10-ാം തീയതിക്ക് മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യണം. അയാൾ ഏത് മാസമാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തേക്കുന്നത് ആ അദ്ദേഹം ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അദ്ദേഹം എല്ലാ മാസവും കഴിഞ്ഞിട്ട് വരുന്ന 10 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്ന ഡിഡക്ടർ ആരുടെ കയ്യിൽ നിന്നാണോ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തേക്കുന്ന ആ ഡിഡക്റ്റിക്ക് ഒരു ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കാണിച്ചിട്ടുണ്ടാകും ഏത് സർവീസിനാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തേക്കുന്നത്, എത്ര ശതമാനമാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തേക്കുന്നത്, ടി ഡി എസ് ടാക്സിബിൾ വാല്യൂ എത്ര, ടി ഡി എസ് എമൗണ്ട് എത്ര, ബാക്കി റെവന്യൂ ബാലൻസ് എത്ര മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ ടി ഡി എസ് സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഡി എസ്
ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ഡിഡക്ടർ ടി ഡി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ഡിഡക്റ്റിക്ക് കൊടുക്കുകയും അത് ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ ഒരു കോപ്പി ഫയൽ ചെയ്തിട്ടുമില്ല എങ്കിൽ അയാൾ എന്നാണ് ടി ഡി ഡിഡക്റ്റ് ചെയ്തേക്കുന്നത് അന്ന് തൊട്ട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിലെ 5 ഡേയ്സിനുള്ളിൽ ഗവൺമെൻറ്റിലേക്ക് ടി ഡി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം എത്ര ദിവസമാണ് പെൻഡിങ് വരുത്തുന്നത് ഓരോ ദിവസവും 100 രൂപ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലേറ്റ് ഫീ അടക്കമായിരിക്കണം ഇദ്ദേഹം ടി ഡി എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഇനി മാക്സിമം അങ്ങനെ 5000 രൂപ വരെ എന്ത് ചെയ്യുള്ളൂ ഇദ്ദേഹം ടി ഡി എസ് എമൗണ്ട് ലേറ്റ് ഫീ ആയിട്ട് ഫയൽ ചെയ്യേണ്ടി വരുള്ളൂ. ഈ ഡിഡക്ടർ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കൊടുത്തില്ല എങ്കിൽ. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കയ്യിൽ നിന്നും ടി ഡി എസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റിയുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ നിന്നും കുറഞ്ഞു പൊക്കോളും. ഇപ്പോൾ ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഒരു ഗവൺമെൻറ് അതോറിറ്റീസാണ്. ഞാൻ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുത്തു, അയാൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നും ടി ഡി എസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഡക്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ഓക്കെ, ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഓൺലൈൻ മുഖേന എൻ്റെ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ കിടക്കുന്ന എമൗണ്ട് എനിക്ക് പേ ഓഫ് ചെയ്യാൻ പറ്റും. എൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കിടക്കുന്ന ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഈ ഒരു ടി ഡി എസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത് പെൻഡിങ് വരുത്തി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ലേറ്റ് ഫീസ്, ഇൻട്രസ്റ്റ് മുതലായ കാര്യങ്ങൾ അടക്കമായിരിക്കണം ഞാനത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. ആ എമൗണ്ടും എൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് ക്രെഡിറ്റ് ആയി പൊക്കോളും, അല്ലെങ്കിൽ കുറഞ്ഞു പൊക്കോളും. ഇനി മറ്റൊരു കാരണവശാൽ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഞാൻ ആക്ച്വലി അടയ്ക്കേണ്ട ടി ഡി എസ് എമൗണ്ടിനേക്കാൾ കൂടുതൽ ഞാൻ ടി ഡി എസ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുള്ളതുണ്ടെങ്കിൽ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അത് എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ടി ഡി എസിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ നിന്ന് റീഫണ്ട് ചെയ്യുന്ന ടി ഡി എസ് എമൗണ്ട് എൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ തിരിച്ച് ക്രെഡിറ്റ് ആയിക്കൊള്ളും. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ജി എസ് ടിക്കകത്ത് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്ന ഡിഡക്റ്റിക്ക് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം 5 ഡേയ്സിന് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തുണ്ടാകണം. അതുകൂടാതെ തന്നെ അത് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഫയൽ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ഫീ പെർ ഡേ 100 വെച്ച് ചാർജ് ചെയ്യും. മാക്സിമം 5000 രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്ന മന്ത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിനുള്ളിൽ അയാൾ കളക്ട് ചെയ്തിരിക്കുന്ന ടി ഡി എസ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഡി എസ് ഡിഡക്ടറുടെ ടി ഡി എസ് എമൗണ്ട് അയാൾ ഗവൺമെൻറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലെ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പേ ഓഫ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ടി ഡി എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേറ്റ് ഫീസോ പെനാൽറ്റീസോ മുതലായ കാര്യങ്ങളും ഇങ്ങനെ തന്നെ പേ ഓഫ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടി ഡി എസ് എമൗണ്ടിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം ടി ഡി എസ് എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് റീഫണ്ട് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഏത് തരത്തിൽ ടി ഡി ഡിസ്കൗണ്ട്സ് ഏതെങ്കിലും ഗവൺമെൻറ് തരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി റീഫണ്ട് ചെയ്ത് കിട്ടും. ആ അടയ്ക്കുന്ന ടി ഡി എസ് ആ എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ടി ഡി എസ് എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഈ ഡിഡക്ടറുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊള്ളുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടി ഡി എസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്ന പോർഷൻസിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.